ഇപ്പോൾ നിതീഷ് എന്നൊരു മലയാളി കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. നിതീഷ്, താങ്കൾ ഈ അപകടം ശ്രദ്ധയിൽപ്പെട്ട ആളാണോ? എവിടെയാണ് താങ്കൾ ജോലി ചെയ്യുന്നത്? ഈ അപകടത്തെക്കുറിച്ച് എന്തൊക്കെയാണ് വിവരങ്ങൾ താങ്കൾക്ക് അറിവായിട്ടുള്ളത്? ഞാൻ ഇപ്പം മേഘാനി നഗർ എന്നൊരു സ്ഥലത്താണ് അപകടം സംഭവിച്ചത്. അവിടെ NDRF ടീമും സ്റ്റേറ്റ് പോലീസ് കൺട്രോൾ റൂമും എല്ലാം അവിടെ എത്തിയിട്ടുണ്ട് നിലവിൽ. നല്ല പുകയായിരുന്നു, ഇരുണ്ടിട്ട് പുക ഒക്കെ ഉണ്ടായിരുന്നു നിലവിൽ. പിന്നെ റെസ്ക്യൂ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് BSF. ഒരു ബിൽഡിംഗിലാണ് പോയി ക്രാഷ് ആയത്. അഹമ്മദാബാദ് ലണ്ടൻ ഫ്ലൈറ്റ് ആയിരുന്നു. ഒരു ബിൽഡിംഗിൽ പോയി ക്രാഷ് ആയതാണ് അവിടെ. ഒരു റെസിഡന്റ് ഇത് തൊട്ടടുത്ത് പറഞ്ഞ ഏഷ്യാസ് ലാർജസ്റ്റ് പബ്ലിക് ഹോസ്പിറ്റലാണ്, സിവിൽ ഹോസ്പിറ്റൽ. അപ്പം സിവിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന റെസിഡന്റ് ഡോക്ടേഴ്സിന്റെ ഒരു ബിൽഡിംഗിലാണ് പോയി ക്രാഷ് ആയത്. അങ്ങനെയാണ് സംഭവിച്ചത്. നിലവിലുള്ള വളരെ നല്ല ഇരുണ്ടിട്ടുള്ള പുകയായിരുന്നു. 3-4 കിലോമീറ്റർ ദൂരെ വരെ കാണാമായിരുന്നു പുക. പക്ഷെ ഇപ്പം പുക പോയിട്ടുണ്ട്. പക്ഷെ സ്ഥിതി ഇപ്പോഴും ആ സെയിം സ്ഥിതിയാണ് നിലവിൽ. ഈ വിമാനം തകർന്നു അവിടെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണോ? സിവിലിയൻ ഏരിയ ആണല്ലോ. അവിടെ ആർക്കെങ്കിലും പരിക്കോ വീടുകൾക്ക് നാശനഷ്ടമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇഞ്ചുറീസ് ഒക്കെ ഉണ്ട്, പക്ഷെ റിപ്പോർട്ടൊന്നും പുറത്ത് വന്നിട്ടില്ല. ഇഞ്ചുറീസ് ഉണ്ട് നിലവിൽ. തൊട്ടടുത്ത് തന്നെയാണ് സിവിൽ ഹോസ്പിറ്റൽ. ജസ്റ്റ് 1 കിലോമീറ്റർ ഫാർ ആണ്. പറഞ്ഞ സിവിൽ ഹോസ്പിറ്റലിന്റെ തന്ന ഏരിയ ആണ്. സിവിൽ ഹോസ്പിറ്റൽ പറഞ്ഞ ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്ന് പറയാം. ഗുജറാത്തിന്റെ ഏറ്റവും വലിയ ഒരു മെഡിക്കൽ കോളേജ്. ആ രീതി. നിതീഷ്, ഈ മരത്തിൽ തട്ടി ആണ് അപകടം എന്നാണ് മനസ്സിലാക്കുന്നല്ലേ? മരത്തിൽ തട്ടി വിമാനം തകരുകയായിരുന്നു. നിതീഷ് ഗുജറാത്തിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിമാനത്തിന്റെ ക്യാപ്റ്റൻ സുമീത് സബർവാൾ ആയിരുന്നു. ഫസ്റ്റ് ഓഫീസർ ക്ലീവ് കുണ്ടർ എന്ന ആളായിരുന്നു. ഇത് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ നൽകുന്ന വിവരമാണ്. 2 പൈലറ്റുമാർ, സുമീത് സബർവാളും അതുപോലെ തന്നെ 10 ക്യാബിൻ റൂം, അതുപോലെ തന്നെ ക്ലൈവ് കുണ്ടർ 2 പൈലറ്റുമാരും അതുപോലെ തന്നെ 10 ക്യാബിൻ ക്രൂവുമാണ് ഉണ്ടായിരുന്നത്. ക്യാപ്റ്റനെ സംബന്ധിച്ച് 8200 മണിക്കൂർ പറക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അതായത് ഈ വിമാനത്തിന്റെ ക്യാപ്റ്റൻ, ഈ വിമാനത്തിന്റെ പൈലറ്റ് നല്ല എക്സ്പീരിയൻസ് ഉള്ള പൈലറ്റാണ്. കോ പൈലറ്റിന് 1100 മണിക്കൂറിന്റെ ഫ്ലൈയിങ് എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് വിമാനം പറത്തിയുള്ള പരിശീലനമുണ്ട്. ഈ ATCയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് അഹമ്മദാബാദിൽ നിന്ന് 13:39, അതായത് 1:39 പുറപ്പെട്ടത്. റൺവേ 23യിൽ നിന്ന്, റൺവേ 23ൽ നിന്ന് 13:33, അതായത് 1:33 റൺവേ 23യിൽ നിന്നാണ് ഈ വിമാനം അഹമ്മദാബാദ് എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ടത്. അവിടെ നിന്ന് പുറപ്പെട്ട ഉടൻ തന്നെ, പുറപ്പെട്ട് അധിക സമയം കഴിയുന്നതിന് മുമ്പ് ടേക്ക് ഓഫിന് ഇടെ തന്നെ ATCയിലേക്ക് അപായ സന്ദേശം